നമ്മൾ കഴിഞ്ഞ ക്ലാസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ് നോക്കിയത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയും പിന്നെ പ്രോബ്ലത്തിൻ്റെ കേസ് നോക്കാൻ നേരം നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് മെത്തേഡിനകത്ത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പ്രോബ്ലം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് മെത്തേഡ് ആ ഒരു വരെ നമ്മൾ പഠിച്ചാൽ മതി, ആ ഒരു തന്നത് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ മെയിനായിട്ട് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മെത്തേഡുണ്ട്, ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രം നോക്കിയാൽ മതി. അടുത്ത ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് നോക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ ഫോർമാറ്റാണ്. ഫോർമാറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റായിട്ട് ഏറ്റവും ലാസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിങ്ങിലുള്ള പ്രോഫിറ്റ് മൈനസ് ഓപ്പണിങ്ങിലുള്ള പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2010, 2011 2 വർഷത്തെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 2010 വന്നിട്ട് 20,000 ആയിരുന്നു, 2011 വന്നിട്ട് 30,000 ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് വന്ന് നമുക്ക് കിട്ടിയ പ്രോഫിറ്റിനെയാണ് കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് എന്ന് പറയുന്നത് 2011 പ്രോഫിറ്റാണ് 30,000 മൈനസ് 20,000 ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിട്ടും. ആ 10,000 ആണ് കറണ്ട് ഇയർ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഒന്നീ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് തന്നിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ റിസർവ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ റീറ്റെയിൻഡ് ഏണിങ്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണെന്നുള്ളത് നോക്കണം. ചിലപ്പോൾ ഡയറക്റ്റായിട്ട് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ P&L ഇല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏണിങ്സ് ഏതാണെന്ന് നോക്കിയിട്ട് ഈ പറഞ്ഞ ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് കിട്ടും. ആ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ കൂടത്ത് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ നോൺ ക്യാഷ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ നോൺ ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓൾറെഡി അത് ലെസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ എക്സ്പെൻസ് നമ്മൾ വീണ്ടും തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യേണ്ട രീതി വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ കൂടത്ത് ഈ പറഞ്ഞ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ നോൺ ക്യാഷ് എക്സ്പെൻസ് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് വേയാണ്. ഇത് ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ടെസ്റ്റ് കൊടുത്തിരിക്കുമ്പോഴത്തെ ആ ഒരു രീതി ഫോളോ ചെയ്യണമെങ്കിൽ അത് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ ഒരു രീതി ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പം കുറച്ച് ഐറ്റംസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് പറഞ്ഞ എമൗണ്ടാണ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറയുന്നത്. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡും ഉണ്ട് പെയ്ഡും ഉണ്ട്. എന്ന് പറയുമ്പോൾ മെയ്ഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഇൻകം ടാക്സ് പഠിച്ചിട്ടുള്ളവർക്ക് 5th സെമിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കറണ്ട് ഇയറിലുള്ള എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറുള്ള പ്രോഫിറ്റിനാണ് നമ്മൾ കറണ്ട് ഇയറിൽ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻകം ടാക്സ് മെയ്ഡും ഉണ്ട് പെയ്ഡും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആ പറഞ്ഞ മെയ്ഡ് എന്ന് പറയുന്നത് ഈ വർഷം നമ്മൾ ഈ പറഞ്ഞ ഇൻകം ടാക്സ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടാണ് മെയ്ഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് നമ്മൾ ഈ വർഷം പേ ചെയ്യുന്നത് ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറയും. അപ്പോൾ അതിൽ ഇൻകം ടാക്സ് മെയ്ഡ് നമ്മൾ ആഡ് ചെയ്യും, പെയ്ഡ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ലെസ് ആണ് ചെയ്യുക. അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഈ പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡിൽ ഫോളോ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ക്യാഷ് സെൻറ്ററിൽ ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, രണ്ടെന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡാണ്. അടുത്ത് പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് മെയ്ഡുണ്ട്. അതും ഇതേപോലെ പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രൊപ്പോസ് ഡിവിഡൻഡ് എന്ന് പറയും. പ്രൊപ്പോസ് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ അതും ഇതേപോലെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഫൈനൽ ഡിവിഡൻഡ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ അവസാനം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഫൈനൽ ഡിവിഡൻഡാണ് നമ്മൾ പ്രൊപ്പോസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതും ഇതേപോലെ മെയ്ഡും ഉണ്ട് പെയ്ഡും ഉണ്ട്. മെയ്ഡാണ് നമ്മളിവിടെ ആഡ് ചെയ്യണം. പെയ്ഡ് നമ്മൾ അടുത്ത് 3ാമത്തെ ആക്ടിവിറ്റി ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്, അതിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത് ഇൻ്റർൻ ഡിവിഡൻഡ്. ഇൻ്റർൻ ഡിവിഡൻഡ് എന്ന് പറയുമ്പം 2 ആനുവൽ ഡിവിഡൻഡിന് ഇടയ്ക്ക് വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡാണ് ഇൻ്റർൻ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇൻ്റർൻ ഡിവിഡൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ആഡ് ചെയ്യണം. അടുത്ത് ഇൻട്രസ്റ്റ് പെയ്ഡ്. ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആവാം, ബോണ്ട് ആവാം, ലോൺ ആവാം. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മളിവിടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ആഡ് ചെയ്യണം. അടുത്ത് അമോർട്ടൈസേഷൻ ഓഫ് ഇൻറ്റാഞ്ചിബിൾ ഓർ ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പോൾ ഇൻറ്റാഞ്ചിബിൾ ഓർ ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇൻറ്റാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഈ ഗുഡ് വിൽ, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ് കാര്യങ്ങളാണ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ആയിട്ട് വരുന്നത്. ഇത് ഓരോ വർഷം കഴിയുന്നുള്ള ഇതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ചിലപ്പം കൂടാം കുറയാം. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്നത് അമോർട്ടൈസേഷൻ ഓഫ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറയും. അപ്പോൾ അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്,
ഫിക്റ്റീഷ്യസ് അസറ്റ് വരാൻ നേരത്ത് അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ്, സസ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ, ഷെയർസ് ആൻഡ് ഡിവെഞ്ചേഴ്സ്, അപ്പം ഈ പറഞ്ഞതുപോലെ പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ വരാം. അപ്പോൾ ഈ പറഞ്ഞ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷം കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് വെച്ചിട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 10,000 ഉണ്ടായിരുന്നു, ഈ വർഷം നോക്കുന്നത് 5,000, അപ്പോൾ 5,000 റിട്ടേൺ ഓഫ് ചെയ്തു. അപ്പോൾ ഓരോ വർഷം കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നാണ് നമ്മളത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എമൗണ്ട് ഉണ്ടെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ അതാണ് അമോർട്ടൈസേഷൻ ഓഫ് ഇൻറ്റാഞ്ചിബിൾ ആൻഡ് ഇൻറ്റാഞ്ചിബിൾ ഓഫ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. പിന്നെ അസറ്റ് നമ്മൾ ബുക്ക് വാല്യൂ ഉള്ള ഒരു അസറ്റ്, ഇപ്പോൾ ഒരു 10,000 ബുക്ക് വാല്യൂ ഉള്ള അസറ്റ് നമ്മളൊരു 5,000 വിറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്കൊരു 5,000 ലോസ് വരെയാണ്. അപ്പോൾ ആ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് നമ്മൾ ആഡ് ചെയ്യണം, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അടുത്ത ഡിപ്രിസിയേഷൻ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, നിങ്ങൾക്കറിയാം. അസറ്റ് ഫിക്സേഴ്സിൻ്റെ വില കുറയുന്ന ഡിപ്രിസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ലോസ്, ഇത്രയും കാര്യങ്ങളാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് പറഞ്ഞു. അടുത്ത് ലെസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അവിടെ ലോസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്. അസറ്റ് വിൽക്കുന്നത് ഇപ്പോൾ 10,000 അസറ്റ് 12,000 നമ്മൾ വിൽക്കുകയാണെങ്കിൽ 2,000 നമുക്ക് പ്രോഫിറ്റ് ചെയ്യണം. ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അടുത്ത് പറയുന്നത് വെച്ചാൽ ഡിവിഡൻഡ് റിസീവ്ഡ്. ഈ പറഞ്ഞ നമ്മൾ ഷെയറിലോ ഡിബെഞ്ചറിലോ എവിടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ നേരത്തെ ഡിവിഡൻഡ് റിസീവ്ഡ് ആണ്. അത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അപ്രിസിയേഷൻ, ഫിക്സ് അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്രിസിയേഷൻ ആണ് പറഞ്ഞത്, അത് നമ്മൾ ലെസ് ചെയ്യണം. അടുത്ത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. ഈ പറഞ്ഞ ഡിബെഞ്ചേഴ്സ്, ബോൺസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്, അത് ലെസ് ചെയ്യണം. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ലെസ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്ത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എല്ലാം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എമൗണ്ടിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. നമുക്ക് എളുപ്പത്തിന് ഈ പറഞ്ഞ ലെസ് ചെയ്യാനുള്ളത് നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഇടും. ലെസ് ചെയ്യാനുള്ള എമൗണ്ട് ഇങ്ങനെ ബ്രാക്കറ്റ് ഇടുന്നതായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയും. അടുത്ത് അപ്പോൾ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൻ്റെ കൂടത്ത് ഇനി നമ്മൾ നോക്കേണ്ടത് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ സ്റ്റോക്ക് 50,000 ആയിരുന്നു, ഇപ്പോൾ 20,000 ആയി. അപ്പോൾ നമ്മൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 30,000 സ്റ്റോക്ക് നമ്മൾ വിറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ 30,000 സ്റ്റോക്ക് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വരും, അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ വരും. അപ്പോൾ ഈ പറഞ്ഞ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്, അപ്പോൾ അവിടെ സ്റ്റോക്കിൻ്റെ വാല്യൂ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് മീനിങ് എന്ന് വെച്ചാൽ ക്യാഷ് ഇങ്ങോട്ട് വന്നു എന്ന്, ഇൻഫ്ലോ ആണ്. അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ ലെസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ്. ഇപ്പോൾ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണ്. ഇപ്പോൾ സ്റ്റോക്ക് നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് നമുക്ക് പറയാം 50,000 ആയിരുന്നു, അതിപ്പോൾ 80,000. അപ്പോൾ 30,000 കൂടി. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ പുതുതായിട്ട് സ്റ്റോക്ക് വാങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ കാശ് പോയ ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പം ഇൻക്രീസ് ഇൻ ദ വാല്യൂ എന്താണ്, കറണ്ട് അസറ്റ്, നമ്മളത് ലെസ് ചെയ്യണം. അടുത്ത് ലെസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ഒരു 40,000 കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വർഷമായപ്പോൾ അത് 20,000 ആയി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 20,000 നമ്മൾ പേ ചെയ്തതാണ്. അപ്പോൾ കറണ്ട് അസറ്റ് അവിടെ കറണ്ട് ലയബിലിറ്റി അവിടെ ഡിക്രീസ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് നമ്മളൊരു കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് പോയി എന്നാണ് അർത്ഥം. അല്ലെ, ക്രെഡിറ്റേഴ്സിന് കാശ് കൊടുക്കുമ്പോൾ ബിസിനസ്സിന് കാശ് പോവുകയാണ്. കാശ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പം ലെസ് ഡിക്രീസ് ചെയ്ത വാല്യൂ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അതുപോലെയാണ് നേരെ തിരിച്ച് കറണ്ട് ലയബിലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിൽ നിന്ന് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാശ് വിഡ്രോ ചെയ്യും. അപ്പോൾ അവിടെ ഒരു ലൈബിലിറ്റി കൂടിയാണ്, കറണ്ട് ലൈബിലിറ്റി എന്നുള്ള ലൈബിലിറ്റി കൂടിയാണ്. പക്ഷേ എന്ത് കിട്ടുകയാണ്, നമുക്ക് ബിസിനസ്സിലോട് കാശ് വരെയാണ്. അപ്പം കാശ് വരുമ്പോൾ നമ്മൾ എന്തിനാ ആഡ് ചെയ്യണം. അപ്പം ആഡ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് ലൈബിലിറ്റി. ഓക്കെ, അപ്പോൾ കറണ്ട് ലൈബിലിറ്റി എന്നാണ്. ഓക്കെ, കറണ്ട് ലൈബിലിറ്റി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആഡ് ചെയ്യുള്ളത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ലെസ് ചെയ്യുള്ളത് നമ്മൾ ബ്രാക്കറ്റിൽ ഇടണം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പഠിക്കുക ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. കറണ്ട് അസറ്റ് കൂടിയാൽ നമ്മൾ കുറയ്ക്കും, കുറഞ്ഞാൽ നമ്മൾ കൂട്ടും. അടുത്ത് കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ കൂടിയാൽ കൂട്ടും, കുറഞ്ഞാൽ കുറയ്ക്കും. ആ ഒരു സിമ്പിൾ രീതി, ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ എത്തിക്കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞത്. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ. അതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. അതിൻ്റെ കൂടത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ഈ പറഞ്ഞ പോലെ പ്രൊസീഡ് ഫ്രം എർത്ത് ഡിസാസ്റ്റർ സെറ്റിൽമെൻറ്റ്, ഫ്ലഡ് റിലീഫായിട്ട് അങ്ങനെ എന്തെങ്കിലും സെറ്റിൽമെൻ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യും. അത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതിപ്പം മിക്കവാറും നമ്മൾ ടെസ്റ്റ് പ്രോബ്ലംസ് കുറവാണ്. അപ്പം അഥവാ അങ്ങനെ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇതാണ് നമ്മുടെ ആൻസർ എന്ന്
പറയുന്നത്. അപ്പം ഇതിൻ്റെ ഫോർമാറ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടെ ജസ്റ്റ് ഓടിച്ചൊന്ന് ഞാൻ ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ആ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഒന്നീ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിലാവും. ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്നായിരിക്കും, ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ പറഞ്ഞ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊപ്പോസ് ഡിവിഡൻറ്റ്, ഇൻ്റർൻ ഡിവിഡൻറ്റ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഈ പറഞ്ഞ അമോർട്ടൈസേഷൻ ഓഫ് ഇൻറ്റാഞ്ചിബിൾ ഓർ ഫിക്റ്റീഷ്യസ് അസറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഡിപ്രിസിയേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് ലോസസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എല്ലാം ലെസ് ചെയ്യണം. ലെസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഡിവിഡൻറ്റ് റിസീവ്ഡ്, അപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. ഇതിൻ്റെ കൂടെ നമ്മൾ ആ പറഞ്ഞ ഷോർട്ട് കട്ട്, കറണ്ട് അസറ്റ് കൂടിയാൽ കുറയ്ക്കും, കുറഞ്ഞാൽ കൂട്ടും. അത് കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കൂട്ടും, കുറഞ്ഞാൽ കുറയ്ക്കും. അപ്പോൾ ആ ഒരു മീനിങ്ങിൽ നമ്മളത് ഷോർട്ട് കട്ടായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന എമൗണ്ടിന് എന്താ പറയുക? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയാം. അതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രൊസീഡ് ഫ്രം എർത്ത് റിസർച്ച് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഫ്ലഡ് റിലീഫ്, അങ്ങനെ എന്തെങ്കിലും സെറ്റിൽമെൻ്റ് ആയിട്ട് നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കൂടെ കൂട്ടണം. അപ്പം ആ എമൗണ്ടിൽ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഫോർമാറ്റ് ഒന്ന് ക്ലിയർ ആവണം. ഫോർമാറ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്കത് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവുള്ളൂ. എങ്ങനെ ചെയ്യണമെന്നുള്ള ആ ഒരു വേ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിലൂടെ കിടക്കാം. പേജ് നമ്പർ 3.68. പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർമാറ്റ് പഠിച്ചായിരുന്നു. അപ്പോൾ ആദ്യം എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് 55,000. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ചില കേസിൽ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് ചെയ്ത് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് 55,000. അടുത്ത ആഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനകത്ത് ഇവിടെ നോക്കാനകത്ത് ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പെയ്ഡ് നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് എടുക്കുന്നത്. അടുത്ത ഡിപ്രിസിയേഷൻ റിട്ടേൺ ഓഫ് ഓൺ ഫിക്സഡ് അസറ്റ്. ഡിപ്രിസിയേഷൻ നമ്മൾ പഠിച്ചായിരുന്നു, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഡിപ്രിസിയേഷൻ റിട്ടേൺ ഓഫ് ഓൺ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്സ് ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. 2,500 എമൗണ്ട് ആഡ് ചെയ്യും. അടുത്ത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, അതെന്ന് പറഞ്ഞാൽ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. അത് നമ്മൾ ലെസ് ചെയ്യും. അടുത്ത വേറെ ഏതെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടാകും നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് പെയ്ഡ്, അത് നമ്മൾ എന്ത് ചെയ്യും? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് പെയ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് പെയ്ഡ് എമൗണ്ട് റുപ്പീസ് 5,000, സോറി 1,500. അടുത്ത് ഡിവിഡൻഡ് റിസീവ്ഡ്, അതും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. നമ്മൾ ലെസ് ചെയ്ത ഐറ്റമാണ്. അടുത്ത് ഈ പറയുന്ന പ്രൊസീഡ് ഫ്രം എർത്ത് ഡിസാസ്റ്റർ സെറ്റിൽമെൻറ്റ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്, ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇവിടെ വേറെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 55,000 കൂടത്ത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 4,000 ആഡ് ചെയ്യുമ്പോൾ 59,000 എന്ന് വരും. ഈ 59,000 നിന്ന് ലെസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡും പിന്നെ ഈ പറഞ്ഞ ഡിവിഡൻഡ് റിസീവ്, ഡിവിഡൻഡ് റിസീവ്. അപ്പോൾ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് എമൗണ്ട് വന്നിട്ട് 5,000 ഉണ്ട്, ഡിവിഡൻഡ് റിസീവ് വന്നിട്ട് 1,000 ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഇവിടെ ലെസ് ആണ് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ ഡിവിഡൻഡ് റിസീവ്ഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ട് അതും ലെസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്.
അപ്പോൾ 59,000 നിന്ന് ഈ പറഞ്ഞ രണ്ട് എമൗണ്ട് മൈനസ് ചെയ്യാം. 6,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 53,000 കിട്ടും. 53,000 നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കറണ്ട് അസറ്റിൽ ഈ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കണ്ടുപിടിച്ചാൽ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയുടെ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്തെ ആദ്യം പറയണമെന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് കൂടിയ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും അല്ലേ? അപ്പോൾ ലെസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് അപ്പോൾ അതിൻ്റെ എമൗണ്ട് വന്നിട്ട് 750 ആണ്. 750 നമ്മൾ ലെസ് ചെയ്യും. അപ്പോൾ ലെസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഇടും അല്ലേ? ബ്രാക്കറ്റ് വേണം കാണിക്കേണ്ടത്. അടുത്ത ഡിക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. ഓക്കെ. അപ്പോൾ സോറി, കറണ്ട് അസറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ ആഡ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഡെപ്റ്റേഴ്സ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് വന്നിട്ട് 300 ഉണ്ട്. 300 നമ്മൾ ആഡ് ചെയ്യും. അടുത്ത ഡിക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്നുള്ള കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ കുറയ്ക്കും അല്ലേ? അപ്പോൾ ലെസ് എന്താണ്? ഡിക്രീസ് ഇൻ ദ വാല്യൂ ക്രെഡിറ്റേഴ്സ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ആ എമൗണ്ട് വന്നിട്ട് 250 ഉണ്ട്. അപ്പോൾ 250 നമ്മൾ ബ്രാക്കറ്റ് ഇടും. മൈനസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടും. അപ്പോൾ നമുക്ക് 53,000 നിന്ന് ഈ പറഞ്ഞതുപോലെ 750 മൈനസ് ചെയ്യണം, 250 മൈനസ് ചെയ്യണം. അപ്പോൾ 52,000 കിട്ടും. അതിൽ നിന്ന് 300 ആഡ് ചെയ്യുമ്പോൾ 52,300 എന്ന് കിട്ടും. 52,300 എന്ന് കിട്ടും. ഈ എമൗണ്ടിൽ നിന്ന് ഈ എമൗണ്ട് നമ്മൾ പറഞ്ഞ പേരെന്താണ്? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്നാണ് പറഞ്ഞത്. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. പ്ലസ് ഇൻകം ടാക്സ് പെയ്ഡ്. പ്ലസ് ഇൻകം ടാക്സ് പെയ്ഡ്. ഇൻകം ടാക്സ് പെയ്ഡ് ക്വസ്റ്റ്യൻ എമൗണ്ട് വന്നിട്ടുണ്ട്. എമൗണ്ട് വന്നിട്ട് 22,000. അപ്പോൾ 52,300 നിന്ന് 22,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം വേണം, അല്ലെങ്കിൽ ജസ്റ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എഴുതിയാൽ മതി. അപ്പോൾ ഇതിൽ ഈ പറയുന്ന 52,300 നിന്ന് 20,000 മൈനസ് ചെയ്യുമ്പോൾ 30,300 എന്ന് കിട്ടും. ഇതിൻ്റെ കൂടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഫ്ലഡ് റിലീഫോ എർത്ത് ഡിസാസ്റ്റർ സെറ്റിൽമെൻറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. ഈ ക്വസ്റ്റിനകത്ത് വന്നിട്ട് എർത്ത് ഡിസാസ്റ്റർ സെറ്റിൽമെൻറ്റ് ഉണ്ട്. അത് വന്നിട്ട് 2,000 ആണ്. ആ 2,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് പ്രൊസീഡ്സ് ഫ്രം എർത്ത് ഡിസാസ്റ്റർ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഈ 30,300 നിന്ന് ഈ പറഞ്ഞ 2,000 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 32,300 കിട്ടും. 32,300 കിട്ടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഇത് ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ഈ എമൗണ്ട് ഇവിടെ എഴുതാം. ഔട്ടർ കോളത്തിലായിട്ട് കാണിക്കും 32,300. അപ്പോൾ ഇങ്ങനെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്, പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. 32,500 ആണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ 32,300 ആണ്. അപ്പോൾ അത് തിരുത്തി പോകണം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ആ ഫോർമാറ്റ് അനുസരിച്ച് നമ്മൾ ചെയ്താൽ കറക്റ്റായിട്ട് നമുക്കത് പോകാൻ പറ്റും. ടെസ്റ്റ് ഒരു വേറൊരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റിലൂടെ നോൺ ഓപ്പറേറ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുക. പിന്നെ നോൺ ഓപ്പറേറ്റ് ഇൻകം ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. അതിൽ നിന്ന് നമ്മൾ പറഞ്ഞ ആ ഷോർട്ട് കട്ട് കറണ്ട് അസറ്റ് കൂടിയാൽ കുറയ്ക്കും, കുറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? കൂട്ടും. പിന്നെ കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കൂട്ടും, കുറഞ്ഞാൽ കുറയ്ക്കും. അപ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന എമൗണ്ട് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയും. അതിന് ഇൻകം ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്യുമ്പോൾ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കിട്ടും. അതിൽ നിന്ന്
ഈ പറഞ്ഞ സെറ്റിൽമെൻറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലഡ് റിലീഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇല്ലസ്ട്രേഷനോട് പോകാം. പേജ് നമ്പർ 3.68, illustration 4. Ganga Yamuna Limited reported a profit of rupees 12,50,000 for the year ended 31st March 2003 after considering the following. അപ്പോൾ ഈ ക്വസ്റ്റിന് ആദ്യമേ തന്നെ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വന്നിട്ട് 12,50,000. നമ്മൾ ആദ്യം എടുത്ത് എഴുതുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് ഡയറക്റ്റായിട്ട് കാണിച്ചത് 12,50,000. അടുത്ത ക്വസ്റ്റിനിൽ അടുത്ത് പറയുന്നുണ്ട് ഡിപ്രിസിയേഷൻ ഓൺ ബിൽഡിംഗ്. ഡിപ്രിസിയേഷൻ നമ്മൾ പഠിച്ചതാണ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അത് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ ഡിപ്രിസിയേഷൻ ഓൺ ബിൽഡിങ്ങും ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി ആഡ് ചെയ്യും, ഡിപ്രിസിയേഷൻ ഓൺ ഫർണിച്ചർ ആഡ് ചെയ്യും, അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് നമ്മൾ പഠിച്ച അമോർട്ടൈസേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് അതും എന്ത് ചെയ്യും, ആഡ് ചെയ്യും. പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, അതാണ് ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുന്ന എമൗണ്ടും ആഡ് ചെയ്യും. അപ്പോൾ ഇത്ര ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഇല്ല. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ലെസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറഞ്ഞിട്ട് നില്ലെന്ന് അല്ലെങ്കിൽ ആ ഒരു ബ്ലാങ്ക് ഇട്ടിട്ട് ആ കിട്ടുന്ന എമൗണ്ടിന് ആൻസർ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിൻ്റെ കൂടത്ത് കഴിഞ്ഞ് ഇവിടെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട് അക്കൗണ്ട് റിസീവബിൾ. അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കറണ്ട് അസറ്റ്. അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനാണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. അത് കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് ഓപ്പണിങ്ങിൽ 38,000 ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 42,000 ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4,000 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. അപ്പോൾ ആ 4,000 ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്യും. അടുത്ത് സ്റ്റോക്ക് ഓൺ ഹാൻഡ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് ഇവിടെ 75,000 ഉണ്ടായിരുന്നു, 68,000 ആയി, 7,000 കുറഞ്ഞു. കറണ്ട് അസറ്റ് കുറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പം ലെസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആ 7,000 മാത്രമേ ആഡ് ചെയ്യും, ആ ഡിഫറൻസ് മാത്രമേ ആഡ് ചെയ്യൂ. അടുത്ത് ഈ പറഞ്ഞതുപോലെ ക്യാഷ് ഓൺ ഹാൻഡ്. ക്യാഷ് ഓൺ ഹാൻഡ് എന്നുള്ളത് എടുക്കൂല, ക്യാഷും ക്യാഷ് ഇക്വലും കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ക്യാഷും ബാങ്കും ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. കറണ്ട് അസറ്റ് ആണെങ്കിലും നമ്മളിവിടെ ഈ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അത് കൺസിഡർ ചെയ്യും. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ബാങ്ക് ഈ രണ്ട് കാര്യങ്ങൾ എടുക്കില്ല. അടുത്ത് അക്കൗണ്ട്സ് പേയബിൾ. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റി 34,000 ആയിരുന്നു, ഇപ്പോൾ 32,000 കുറഞ്ഞു. അപ്പോൾ 2,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുറയ്ക്കണം അല്ലേ. അപ്പോൾ ലെസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയും. ആ എമൗണ്ട് ഡിഫറൻസ് 2,000 ലെസ് ചെയ്യും. അടുത്ത് എക്സ്പെൻസ് പേയബിൾ 7,000 ആണ് തന്നിരിക്കുന്നത്, അതിപ്പം 10,000 ആയിട്ടുണ്ട്. അപ്പോൾ 3,000 കൂടി. എക്സ്പെൻസ് പേയബിൾ എന്ന് വെച്ചാൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്, അത് കറണ്ട് ലയബിലിറ്റിയാണ്. കറണ്ട് ലയബിലിറ്റി 3,000 കൂടിയിട്ടുണ്ട്. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ നമ്മൾ അതിൻ്റെ മീനിങ് വെച്ച് കൂട്ടേണ്ടതാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ആ 3,000 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ എക്സ്പെൻസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ആ 3,000 മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ കിട്ടും. അതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്യണം. ഈ ക്വസ്റ്റിനകത്ത് ഇൻകം ടാക്സ് തന്നിട്ടില്ല. അപ്പം വെറുതെ തന്നിട്ടില്ലെങ്കിൽ നമ്മളത് കാണിക്കുന്നില്ല. ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറയാൻ നെല്ലെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്ലാങ്ക് ഇട്ടിട്ട് അത് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഈ പറഞ്ഞ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. കാരണം ഇവിടെ വേറെ ഈ പറഞ്ഞ സെറ്റിൽമെൻറ്റോ ഫ്ലഡ് റിലീഫ് സെറ്റിൽമെൻറ്റ് അങ്ങനെ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് എളുപ്പമാണ്, ഇത്തിരി കൂടെ എളുപ്പമാണ്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം. ഇനി അടുത്ത ആക്ടിവിറ്റിയിലോട്ടാണ് പോകുന്നത്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നോക്കാൻ നേരത്ത് ഇത്തിരി കൂടെ എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റും സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റും. അപ്പോൾ നമ്മൾ ആ അഡ്വാൻറ്റേജ് പറയുന്നത് പറഞ്ഞായിരുന്നു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ല, ഫിക്സഡ് ആവശ്യമില്ലാതെ ഫിക്സഡ് അസറ്റ് നമ്മളിത് സെയിൽ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മെയിനായിട്ട് ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് അല്ലേ. നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങണം, ഒരു മെഷീനറി വാങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങുകയാണ്. അപ്പം ഈ പറഞ്ഞ അസറ്റ് വാങ്ങാൻ നേരത്ത് ഫിക്സഡ് അസറ്റ് വാങ്ങാൻ നേരത്ത് കാശ് നമ്മൾ ബിസിനസ്സിൽ നിന്ന് പോവുകയാണ് അല്ലേ. അപ്പോൾ ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് പറയുന്നത് കാശ് ബിസിനസ്സിൽ നിന്ന് പോവുകയാണ് അല്ലേ. അപ്പം അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം വരാം. ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, ഈ പറഞ്ഞ കമ്പ്യൂട്ടർ അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, നമുക്ക് അസറ്റ് പറയുമ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതായിരുന്നു നമ്മൾ ലെസ് ചെയ്യണം. നേരെ തിരിച്ച് അസറ്റ് നമ്മൾ വിൽക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, കാശ് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അത് ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പം സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യും. അടുത്ത് ഇതേപോലെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ്
നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കാശ് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഔട്ട്ഫ്ലോ ആയിട്ട് നമ്മൾ ലെസ് ചെയ്യും. നേരെ തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിൽക്കാൻ നേരത്തെ കാശ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ എന്താണ്? സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ. അടുത്ത് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. എന്ന് വെച്ചാൽ ഡിബെഞ്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. ഫിക്സഡ് ആയിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണെങ്കിൽ നമ്മളത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, കാരണം ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നമ്മളത് ആഡ് ചെയ്യണം. ഇൻഫ്ലോ ചെയ്യേണ്ടത് ആഡ് ചെയ്യണം. അതുപോലെ ഷെയർ, ഇപ്പോൾ നമ്മൾ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡ് ആണെങ്കിൽ, ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഷെയർ ആണെങ്കിൽ നമുക്കത് ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തിരി എളുപ്പമുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പം വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്താൽ എന്താണ്? കാശ് പുറത്ത് പോവുകയാണ്. പുറത്ത് പോകുമ്പോൾ വെച്ചാൽ ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ ആകുമ്പോൾ ലെസ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അതേ സെയിം തന്നെയാണ്. പർച്ചേസ് ചെയ്യണമെങ്കിൽ ലെസ് ചെയ്യണം. അതുപോലെ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ എന്താണ്? ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ നമ്മൾ ആഡ് ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റാലും നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടിയാൽ ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത്. അപ്പോൾ അടുത്തൊരു ടെസ്റ്റ് പേജ് നമ്പർ 3.73 ഇല്ലസ്ട്രേഷൻ 6 നോക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലർസ് കാൽക്കുലേറ്റ് ദി നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ആദ്യം അതിനകത്ത് പറയുന്നത് ലാൻഡാണ്. ലാൻഡ് പർച്ചേസാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ 2 lakh ഉണ്ട്. അപ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡ്, ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഔട്ട്ഫ്ലോ ആയതുകൊണ്ട് അത് മൈനസ് ചെയ്യണം. പർച്ചേസ് ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാൻഡ് വാങ്ങിയപ്പോൾ കാശ് പോയി അല്ലേ? അപ്പോൾ ആ ഒരു മീനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട്ഫ്ലോ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അടുത്ത് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. അപ്പോൾ പർച്ചേസ് ഓഫ് ഫർണിച്ചർ 50,000 നമ്മൾ ലെസ് ചെയ്യണം. അടുത്ത തൊട്ടപ്പുറത്ത് സെയിലും ഉണ്ട്. സെയിൽ 20,000 ഉണ്ട്. സെയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് എന്നുള്ളത് ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അടുത്ത് ഗുഡ്വിൽ. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ 1 lakh പർച്ചേസ് ആണ്. പർച്ചേസ് ഓഫ് ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ ലെസ് ചെയ്യണം. പർച്ചേസ് ഓഫ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് അസറ്റിനകത്ത് ഈ പറഞ്ഞ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ വരും. ടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റ് വരും. ഇൻടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റിനകത്താണ് ഈ പറഞ്ഞ ഗുഡ്വിൽ വരും. അപ്പോൾ ഈ പറഞ്ഞ ഗുഡ്വിൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റൊക്കെ തന്നെയാണ് ഇവിടെ ട്രീറ്റ്. അപ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്ഫ്ലോ ആണ്, ലെസ് ചെയ്യും. അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ട് 75,000 ഉണ്ട്. അപ്പോൾ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 75,000 നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും? ലെസ് ചെയ്യണം. അടുത്ത് 10,000 സെയിലാണ്. അപ്പോൾ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് അത്രയേ ഉള്ളൂ. അടുത്ത് പറയുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അടുത്ത് ഡിവിഡൻഡ് റിസീവ്ഡ് ഓൺ ഷെയർസും നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്, ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത ആക്ടിവിറ്റി ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ് പറഞ്ഞത്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അത് വരില്ല. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിക്കകത്ത് ഇത്രയും കാര്യങ്ങളെ വരുള്ളൂ. ഇതിനപ്പുറം വേറൊരു കാര്യം, വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നുള്ള എന്ന് വെച്ചാൽ ഫണ്ട് വഴി റൈസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഷെയർ ക്യാപിറ്റൽ വെച്ചിട്ട് ആ എമൗണ്ട് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരണം എന്ന് പറയുമ്പോൾ അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് പറയുന്നത്. അല്ല നമ്മൾ എവിടെ എടുക്കില്ല, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എടുക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ ഡിവിഡൻഡ് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇവിടെ എടുക്കില്ല. അപ്പം അത് നമ്മൾ ഈ പറഞ്ഞ ആൻസറിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ഫുഡ് നോട്ടായിട്ട് കൊടുക്കണം. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് എ ഫിനാൻസിങ് ആക്ടിവിറ്റി, ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ നോട്ടും കൂടെ ഒന്ന് കാണിക്കണം. അത്രയും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ ആ അഡ്വാൻറ്റേജ് ആ തീര് പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറ്റിയാണ്. ബോണ്ട് ഫണ്ട്, ബോറോഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട്, ആ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്നത് ക്യാഷ് റെസീപ്റ്റ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ 2002 ഷെയർ ക്യാപിറ്റൽ വന്നിട്ട് 5 lakh ആയിരുന്നു. 2003 ആയപ്പോൾ അത് വന്നിട്ട് 6 lakh. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ ഷെയർ നമ്മൾ ഈ വർഷം ഇഷ്യൂ ചെയ്തതാണ്. അപ്പോൾ അതാണ് ഇവിടെ ക്യാഷ് റെസീപ്റ്റ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ ബിസിനസ്സിലോട് വരികയാണ്. അപ്പോൾ ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം ഇതേപോലെ ഷെയറിൻ്റെ വാല്യൂ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷം കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ എമൗണ്ടാണ് എന്ത് പറയുന്നത്? ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അടുത്ത് പറയുന്നത് ക്യാഷ് റെസീപ്റ്റ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഇപ്പോൾ ഡിബെഞ്ചേഴ്സിൻ്റെ കേസും ഇതേ സെയിം തന്നെയാണ്. 5 lakh ആണ്. ഇപ്പോൾ 6 lakh ആണെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ എന്നാണ് കൂടിയെന്നാണ്. കൂടിയെന്ന് വെച്ചാൽ ഇഷ്യൂ ആണ്. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അടുത്ത് ബാങ്ക് ലോൺ റൈസ്ഡ്. ബാങ്ക് ലോൺ നമ്മളിപ്പോൾ ഒരു കാനറ ബാങ്കിൽ നിന്ന് ഒരു ബാങ്ക് ലോൺ എടുക്കുകയാണ്. ഒരു 5 ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ കഴിഞ്ഞ വർഷം
അത് ബാങ്ക് ലോൺ ബാങ്ക് ലോണൊന്നും ഇല്ലായിരുന്നു, ഈ വർഷം 5 ലക്ഷം. അപ്പോൾ ഈ പറഞ്ഞ 5 ലക്ഷം രൂപ ഈ വർഷം നമ്മൾ ബാങ്ക് ലോൺ റൈസ് ചെയ്തതാണ്. അപ്പോൾ ബിസിനസ് ലോൺ 5 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ അത് ഇൻഫ്ലോ ആണ്. അപ്പോൾ ക്യാഷ് റെസീവ്ഡ് ഫ്രം ബാങ്ക് ലോൺ റൈസ് അല്ലെങ്കിൽ ലോൺ റൈസ്ഡ്. ലോൺ എന്ന് പറയുമ്പോൾ ബാങ്ക് ലോൺ ആവാം, മോർഗേജ് ലോൺ ആവാം. ബാങ്ക് ലോൺ എന്ന് പറയുമ്പോൾ അല്ല ബാങ്കിൽ നിന്ന് നമ്മൾ സാധാരണ ഷോർട്ട് ടൈം മീഡിയം ടൈം ലോൺ അല്ലെങ്കിൽ ലോങ് ടൈം ലോണിന് നമുക്ക് ബാങ്ക് ലോൺ എന്ന് പറയാം. അതുപോലെ മോർഗേജ് ലോൺ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പണയം വെച്ച് നമ്മൾ ലോൺ എടുത്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താ പറയുക, മോർഗേജ് ലോൺ എന്ന് പറയാം. അപ്പോൾ ഏത് ലോണായിരുന്നാലും അത് ഈ വർഷം നമുക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ, ആ എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. അടുത്ത് പറയണമെന്ന് വെച്ചാൽ റിഡംഷൻ ഓഫ് ഷെയർസ്. റിഡംഷൻ ഓഫ് ഷെയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം ആയിരുന്നു, ഇപ്പോൾ അടുത്ത വർഷമായപ്പോൾ 4 ലക്ഷം ആയിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ നമ്മൾ തിരിച്ചു കൊടുത്തു പോകും. തിരിച്ചു കൊടുക്കുമ്പോൾ അത് കാശ് പോവുകയാണ്, ബിസിനസ്സിൽ നിന്ന് കാശ് പോവുകയാണ്, അത് ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ ഡെസ് ചെയ്യും. അപ്പോൾ അതാണ് റിഡംഷൻ ഓഫ് ഷെയർസ്. ഷെയർ എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ്, ഇക്വിറ്റി ഷെയർ ആവും, പ്രിഫറൻസ് ഷെയർ ആവും. അത് നമ്മൾ നോക്കണം, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതനുസരിച്ച് അത് ചെയ്യണം. അപ്പം റിഡംഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, റിഡംഷൻ്റെ മീനിങ് വെച്ചാൽ റീപേയ്മെൻ്റ് എന്നാണ്. റീപേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ തിരിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ഷെയറിൻ്റെ എമൗണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. അടുത്ത് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് നമ്മൾ റീപേ ചെയ്യുമ്പോൾ അതും എന്താണ്, ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. അടുത്ത് റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ നമ്മൾ നേരത്തെ 5 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു, ഈ വർഷം ഇപ്പോൾ അത് 2 ലക്ഷം. അപ്പോൾ 3 ലക്ഷം നമ്മൾ തിരിച്ചു കൊടുത്തു അല്ലേ. അപ്പോൾ തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ മൈനസ് ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ ലോണിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുമല്ലോ, ലോണിന് ഡിബഞ്ചറിനൊക്കെ ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് പേ ചെയ്താൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതും എന്ത് ചെയ്യും, ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ മൈനസ് ചെയ്യും. ഈ പറഞ്ഞ ഷെയറിന് നമ്മൾ ഡിവിഡൻഡ് അങ്ങോട്ടാണ് പേ ചെയ്യണം, അതും എന്താണ്, ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യും. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഔട്ട്ഫ്ലോ ആണ്, അതും മൈനസ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് അപ്പം ഈ പറഞ്ഞ പോസിറ്റീവ് ഇൻഫ്ലോ എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഔട്ട്ഫ്ലോ എല്ലാം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി കിട്ടും. അപ്പം ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ബാങ്ക് ലോൺ റൈസ്, ഇത്രയും ഇൻഫ്ലോ ആഡ് ചെയ്യും. അടുത്ത് റിഡംഷൻ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, റിഡംഷൻ ഓഫ് ബാങ്ക് ലോൺ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലെസ് ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റ് പെയ്ഡും ഡിവിഡൻഡ് പെയ്ഡും ലെസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലത്തിലോട്ട് പോകാം. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി, പേജ് നമ്പർ 3.75, ഇല്ലസ്ട്രേഷൻ 7. അപ്പോൾ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓപ്പണിങ്ങിൽ 2 lakh ഉണ്ട്, ക്ലോസിങ്ങിൽ 2,50,000 ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 lakh ആയിരുന്നു, ഇപ്പോൾ 2,50,000 ആയി. 50,000 കൂടെ ബിസിനസ്സിലോട്ട് വന്നതാണ്, ഇൻഫ്ലോ ആണ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്, 50,000 ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഷെയർ ഇഷ്യൂ ചെയ്യാൻ നേരത്ത് നമുക്ക് യഥാർത്ഥ വിലയേക്കാളും കൂടിയ വിലയ്ക്ക് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതിന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പ്രീമിയം എന്നാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വീണ്ടും പറയുന്നുണ്ട് ഷെയർ പ്രീമിയം എന്ന് പറയുന്നത് ഓപ്പണിങ്ങിൽ 0 ആണ്, പക്ഷേ ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോൾ 25,000 ആണ്. അപ്പം ഈ പറഞ്ഞ നമ്മൾ ഈ വർഷം ഷെയർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. ആ 50,000-നോടൊപ്പം കിട്ടിയ 25,000 ആണ് ഇഷ്യൂ ഓഫ് ഷെയർ അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 75,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കേണ്ടത് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ആ 50,000-ഉം ഈ പ്രീമിയം വഴി കിട്ടിയ എമൗണ്ട് ആയിട്ടുള്ള 25,000 രണ്ടും കൂടെ കൂട്ടി 75,000 ആണ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 lakh ആയിരുന്നു, ഇപ്പോൾ 1 lakh ആയി. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 2 ലക്ഷം ആയിരുന്നു, 1 ലക്ഷം എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് 2 lakh മൈനസ് 1 lakh എത്ര കിട്ടും, 1 lakh എന്ന് കിട്ടും. തിരിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റ് കിട്ടും. അടുത്ത് ഡിബഞ്ചേഴ്സ് വന്നിട്ട് 1 lakh ആയിരുന്നു, ഇപ്പോൾ 2,50,000 കൂടി. അപ്പോൾ കൂടി എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം രൂപ കൂടി അല്ലേ. അപ്പം ആ 1.5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇൻഫ്ലോ ആണ് അല്ലേ. അപ്പം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് വന്നിട്ട് 1,50,000. ഓക്കെ, അടുത്ത് മോർഗേജ് ലോൺ വന്നിട്ട് 50,000 ആയിരുന്നു, ഇപ്പോൾ 0 ആണ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ 50,000 ലോൺ ഉണ്ടായിരുന്നു, ആ 50,000 ലോൺ തിരിച്ചടച്ചു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, റീപേയ്മെൻറ്റ് ഓഫ് മോർഗേജ് ലോൺ എത്രയാണ് എമൗണ്ട്, 50,000. അപ്പോൾ തിരിച്ച് കൊടുക്കുന്ന പറയുന്നത് ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അടുത്ത് ഇൻട്രസ്റ്റ്
paid on debentures and loans for the year 20,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ പെയ്ഡ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ പെയ്ഡ് എന്ന് പറയുമ്പോൾ ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ ആ 20,000 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യും. അടുത്ത് ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് ₹12,000. ഇൻ്ററിൻ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതിൻ്റെ ഔട്ട്ഫ്ലോ ആണ്. ഇൻ്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് ഔട്ട്ഫ്ലോ ആണ്. എമൗണ്ട് വന്നിട്ട് 12,000 ആണ്. 12,000 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ നോക്കാൻ നേരത്ത് ആദ്യം ഇൻഫോ എല്ലാം കൂടെ ആഡ് ചെയ്യും. 75,000 1,50,000 ആഡ് ചെയ്യുമ്പോൾ 2,25,000. അതിൽ നിന്ന് 1 lakh മൈനസ് ചെയ്യുമ്പോൾ 1,25,000. അതിൽ നിന്ന് 50,000 മൈനസ് ചെയ്യുമ്പോൾ 75,000. 75,000 നിന്ന് 20 മൈനസ് ചെയ്യുമ്പോൾ 55,000. 55,000 നിന്ന് 12,000 മൈനസ് ചെയ്യുമ്പോൾ 43,000. അപ്പോൾ ഈ 43,000 നമ്മൾ എന്ത് പറയുന്നു? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇതാണ് ആൻസർ. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 ആക്ടിവിറ്റിയും കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഫുൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇനി അങ്ങനെ വേണം അത് പഠിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഫോർമാറ്റ് മാത്രമല്ല, ഇനി ഒരു 4 അഡ്ജസ്റ്റ്മെൻറ്റ് 4 അക്കൗണ്ടും കൂടെ വരയ്ക്കണം. സാധാരണ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം ആ ഒരു 4 അക്കൗണ്ട് കൂടെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് എല്ലാം കറക്റ്റായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് നോക്കണം. എന്നാൽ മാത്രമേ അടുത്ത ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ.